നിയമനം ആവശ്യപ്പെട്ട് സത്യാഗ്രഹം ചെയ്യുന്ന CPO ഉദ്യോഗാർത്ഥികൾ ഒറ്റക്കാലിൽ ഉപ്പിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഓരോ ദിവസവും സമരരീതികൾ കടുപ്പിക്കുകയാണ്. CPO ഉദ്യോഗാർത്ഥികൾ ഒറ്റക്കാലിൽ ഉപ്പിന് മുകളിൽ നിന്നവർ പ്രതിഷേധിക്കുകയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സത്യാഗ്രഹ സമരം 11ാം ദിവസം കടക്കുകയാണ്. ഇനി പ്രവൃത്തി ദിനം, റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ പ്രവൃത്തി ദിനം തുച്ഛമായ പ്രവൃത്തി ദിനങ്ങൾ മാത്രമാണുള്ളത്. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധം ശക്തമാക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പുതിയ ഒരു സമരമുറ എന്ന നിലയിൽ ഉപ്പുകല്ലിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. നേരത്തെയും നമ്മൾ പല രീതിയിലുള്ള സമരമുറകൾ ഇവർ നടത്തുന്നത് കണ്ടിരുന്നു. സത്യാഗ്രഹ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രതിഷേധ സ്വരം ഉയർത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വീണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ സമരക്കാരെ അവഗണിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സമരവുമായി എത്തിയ ഉദ്യോഗാർത്ഥികളോട് സർക്കാർ സ്വീകരിച്ച സമീപനം സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ല. മാത്രമല്ല സമരക്കാരുടെ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. അങ്ങനെ ഒട്ടേറെ അവഗണനകൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധ സമരം കടുപ്പിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ വീണ്ടും എത്തിയത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഘട്ടം കൂടി മറികടന്നുകൊണ്ട് ഉപ്പുകല്ലിന്മേൽ നിന്നുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത്. വലിയ കഠിനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നു വരുന്നത്. വീണ്ടും ഈ ഉദ്യോഗാർത്ഥികൾ ഓരോ ഘട്ടത്തിലും സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉപ്പുകല്ലിൽ നിന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഞങ്ങളെ തന്നെ വേദനിപ്പിച്ചിട്ട് ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോണത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരമുറ ഞങ്ങൾ തീരുമാനിച്ചത്. തുച്ഛമായ പ്രവൃത്തി ദിനം മാത്രമാണ്. അതെ, ഒരു 3 ദിവസത്തോളം മാത്രമേ ഇനി പ്രവർത്തന ദിവസങ്ങൾ. ഇനി അതിലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അത് തന്നെയാണ്, അവസാനവട്ട പ്രതീക്ഷയുണ്ട്. ആ അവസാനവട്ട പ്രതീക്ഷയിൽ തന്നെയാണ് ഇനിയും ഇവരുടെ ഈ ഉദ്യോഗാർത്ഥികൾ ഈ സമരവുമായി നിൽക്കുന്നത്. സമരം തുടരുകയാണ് ഇപ്പോഴും. കഴിഞ്ഞ 11 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധത്തിലായിരുന്നു, സമരത്തിലായിരുന്നു. എന്നാൽ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ നിയമനങ്ങൾ മാത്രമാണ് ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ നടത്തിയത്. എന്നാൽ ഇത്തരത്തിൽ ഒരു ഒട്ടേറെ സ്വപ്നവുമായി ഈ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇവരെല്ലാവരും. എന്നാൽ ആ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. നിരവധി തവണ ഇത്തരത്തിൽ നിവേദനങ്ങൾ നൽകിയെങ്കിൽ പോലും നടപടികളൊന്നും ഉണ്ടായില്ല. വിവരാവകാശ രേഖകളടക്കം നൽകി ആ വിവരാവകാശ രേഖകളടക്കം ഒഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും സർക്കാർ കൂടുതൽ നിയമനം നടത്താൻ സർക്കാർ തയ്യാറായില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സർക്കാർ നിയമനം നടത്താതിരുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യം നിലനിൽക്കെ അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയുണ്ടാകണം, ഇടപെടണം എന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇത്രയും രീതിയിൽ, അതായത് ഉപ്പുകല്ലിൽ നിന്നുകൊണ്ട് സ്വയം വേദനിപ്പിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഞങ്ങൾ വേറെ എന്താണ് ചെയ്യേണ്ടത്? എത്ര സമര രീതികളാണ് ഞങ്ങൾ അവലംബിച്ചത്? ഇതിലൊന്നും ഞങ്ങൾക്ക് സർക്കാർ കണ്ണു തുറക്കുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള സമര രീതികളേ ഉള്ളൂ. ഇങ്ങനെയെങ്കിലും ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഞങ്ങളൊന്ന് കാണണം. ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ കൈ കൂപ്പി വെച്ചിരിക്കുന്നത് അപേക്ഷയാണ്, അല്ലാതെ പ്രതിഷേധമല്ല. മഴയുണ്ടായിരുന്നു, കഠിനമായ മഴ. ഈ മഴയിലെല്ലാം നനഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധിക്കുന്നത്. അതെ, ഇവിടെ ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു സംഘടനയുടെയും പിൻബലമില്ല. ഞങ്ങൾ ഒരു ടാർപ്പയുടെ അടിയിൽ ഞങ്ങൾ ഇത്രയും പേര് ചുരുണ്ടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ വെയിലും മഴയത്തും എത്ര വെയിലാണ് കൊള്ളുന്നതെന്നറിയാവോ? ഇതൊക്കെ ഞങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമാണ്? പഠിച്ച് ഫിസിക്കലും പാസ്സായി ഇത്രയും എത്തിയിട്ടും വീണ്ടും ഇവിടെ വന്ന് ഫിസിക്കൽ ടെസ്റ്റാണോ ഞങ്ങൾ ചെയ്യേണ്ടത്?
ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ് ഇനി ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഭക്ഷണമില്ല, വെള്ളമില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ല. ഈ കൊടും ചൂടിലും തണുപ്പിലും മഴയിലുമെല്ലാം ഇവിടെ ഇങ്ങനെ പ്രതിഷേധിക്കുവാണ്. സർക്കാർ കണ്ണു തുറക്കുമോ? കണ്ണു തുറക്കും. കാരണം ഞങ്ങൾ ജയിപ്പിച്ച സർക്കാരാണ്, ഞങ്ങൾ വോട്ടിട്ട് കൊടുത്ത ഞങ്ങളുടെ സർക്കാരാണ്. ഞങ്ങൾ കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൻ്റെയാണ് സർക്കാർ കണ്ണു തുറക്കുമെന്നാണ് പ്രതീക്ഷ വയ്ക്കുമ്പോൾ പോലും ഇനി ഉള്ളത് ആകെ 3 ദിവസം മാത്രം. 3 ദിവസം മാത്രമാണ് പ്രവൃത്തി ദിനമായിട്ടുള്ളത്. ഈ പ്രവൃത്തി ദിനത്തിനുള്ളിൽ ഈ ആവശ്യങ്ങളെല്ലാം നിറവേറണം. നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ പ്രതിഷേധമായി എത്തിയത്. സത്യാഗ്രഹ സമരം എന്ന നിലയിലാണ് ആദ്യഘട്ടം തുടങ്ങിയതെങ്കിൽ അത് മറ്റ് സമരങ്ങളിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഉപ്പുകല്ലിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് പ്രതിഷേധിച്ചു, അതോടൊപ്പം കർപ്പൂരം കയ്യിൽ വെച്ച് പ്രതിഷേധിച്ചു, മുട്ടിട്ട് ഇഴഞ്ഞ് പ്രതിഷേധിച്ചു. ഇതിൽ അവസാനമായി ഇപ്പോൾ ഉപ്പുകല്ലിന്മേൽ നിന്ന് പ്രതിഷേധിക്കേണ്ട ഒരവസ്ഥ കൂടി വന്നെത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തങ്ങളുടെ ആവശ്യം നിറവേറ്റുക, ആ ആവശ്യത്തിനുമേൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഇവരെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞിരുന്നു, ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ സമരങ്ങളിലൂടെ ചെയ്യുന്ന തങ്ങളുടെ ശരീരത്തെ നോവിച്ചുകൊണ്ട് ചെയ്യുന്ന ആ വേദനയൊന്നും ഒരു വേദനയല്ല. എന്നാൽ സർക്കാർ തങ്ങളോട് കാണിക്കുന്ന അവഗണനയാണ് തങ്ങളുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവ് എന്ന് പറയുന്നത്. എന്തായാലും സത്യാഗ്രഹ സമരത്തിന് പിന്നാലെ ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രതിഷേധ സമരം കൂടി നടക്കുകയാണ്. ഉപ്പുകല്ലിന്മേൽ മുട്ടിട്ട് നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും ഉപ്പുകല്ലിന്മേൽ മുട്ടിട്ട് നിന്ന് പ്രതിഷേധിക്കുകയാണ്. എന്താണ് സർക്കാർ ഒന്നും കണ്ണു തുറക്കാത്തത്? സർക്കാർ കണ്ണു തുറക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ ലിസ്റ്റിന്റെ ലാസ്റ്റ് സമയത്താണ് നല്ല ബൾക്കായിട്ടുള്ള വേക്കൻസികൾ കൊടുത്തത്. ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ സർക്കാർ കാണും, ഞങ്ങൾക്ക് നല്ല വേക്കൻസികൾ തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. പലതവണ ഈ സത്യാഗ്രഹം തുടങ്ങിയതിനു ശേഷം പല രീതിയിലുള്ള സമരങ്ങൾ നടന്നു. മുട്ടിട്ടിഴഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചും ഉപ്പുകല്ലിൽ മുട്ടുകുത്തി നിന്നുമെല്ലാം ചെയ്തു. ഈ ക്യാബിനറ്റിലടക്കം ഒരു പ്രതീക്ഷ നിങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം പ്രതീക്ഷകളൊക്കെ മങ്ങലേൽക്കുന്നൊരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായത്. ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചർച്ചകളൊന്നും വെച്ചിട്ടില്ല, അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിലുള്ള വേക്കൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. സർക്കാർ ഞങ്ങളെ കൈവിടില്ല തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രതീക്ഷ. തുടർന്ന് എങ്ങനെയാണ്? ഇനിയുള്ളത് 3 ദിവസം മാത്രമാണ്. ആ 3 ദിവസത്തിൽ കാര്യമായ സർക്കാരിന്റെ ഭാഗത്ത് നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്താണ് അടുത്ത ഒരു പോംവഴി എന്ന നിലയിൽ ചിന്തിക്കുന്നത്? ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. സർക്കാരിലുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്ത് മാത്രമാണ് പലരും ഇവിടെ നിൽക്കുന്നത്. റാങ്ക് ലിസ്റ്റ് കഴിയാനുള്ള ആ സമയത്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു നിയമനം വരുമെന്ന് തന്നെ ആ ഒരു പ്രതീക്ഷ ഓരോരുത്തർക്കും ഉണ്ട്. ഉപ്പുകല്ലിൽ നിന്നുകൊണ്ടാണ്, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നമ്മൾ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമനം ആവശ്യപ്പെട്ട് സത്യാഗ്രഹം ചെയ്യുന്ന CPO ഉദ്യോഗാർത്ഥികൾ കൂടുതൽ കടുത്ത സമര രീതികളിലേക്ക് എത്തുകയാണ്. ഒറ്റക്കാലിൽ ഉപ്പിന് മുകളിൽ നിന്നവർ പ്രതിഷേധിക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ കണ്ണ് തുറക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമായി ചേർന്നത്.